എല്ലാവർക്കും നമസ്കാരം. ഞാൻ jithu.k.j എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കൊടകരയിൽ ചെയ്തിട്ടുള്ളൊരു 3 ബെഡ്റൂം വീടിൻ്റെ പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ വീടിൻ്റെ പ്ലാൻ, ഡിസൈൻ, ബഡ്ജറ്റ്, അതുപോലെ ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ ഒന്ന് മൊത്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഏകദേശം 80ഓളം ലോ ബഡ്ജറ്റ് വീടുകളുടെ പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. അത്യാവശ്യം പുതിയൊരു മോഡലിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫ്ലാറ്റായിട്ട് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു സ്ലോപ്പ് റൂഫ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ പില്ലറിലും അതുപോലെ ഈ ഒരു ഭാഗത്തും ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് പ്ലാസ്റ്ററിങ്ങിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സിറ്റ് ഔട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന് കൂടുതൽ ഭംഗി കിട്ടുന്നതിന് വേണ്ടി 4 പില്ലറുകളും അതുപോലെ സിറ്റിങ്ങിൻ്റെ ഒരു വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. ലിവിംഗ് ഹാൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ലിവിംഗ് ഹാളിൽ എൽ ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റും വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പ്രയർ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഹാളാണ് ഈ വീടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഹാളിൽ 6 സീറ്റിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ തന്നെയാണ് സ്റ്റെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാസ്തുപരമായിട്ട് ക്ലോക്ക് വൈസിൽ ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ താഴെ വരുന്ന ഭാഗം കമ്പ്യൂട്ടർ വയ്ക്കാവുന്ന ഒരു വിധത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ മീഡിയം സൈസിലുള്ള 2 ബെഡ്റൂമുകളാണ് വരുന്നത്. 2 ബെഡ്റൂമുകളിലും എൻട്രൻസ് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ്. ഇതാണ് താഴത്തെ നിലയിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിലേക്ക് ക്രോസ് വെന്റിലേഷന് വേണ്ടി ഈ ഭാഗങ്ങളിലായിട്ട് 2-3 പാളി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് മീഡിയം സൈസിലുള്ളൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അത്യാവശ്യം പുതിയ മോഡലിലുള്ള ഒരു ടൈലിൻ്റെ വർക്കൊക്കെയാണ് ഈ ഒരു ടോയ്ലറ്റിൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് മീഡിയം സൈസിലുള്ളൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഈ ടോയ്ലറ്റിലും മറ്റേ ബെഡ്റൂമിലെ പോലെ തന്നെ ഒരു സിംഗിൾ പീസ് ആയിട്ടുള്ള ഒരു ക്ലോസറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ മുൻവശത്താണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിൽ എൽ ഷേപ്പിൽ കിച്ചൺ ക്യാബിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ നിലയിൽ വരുന്ന ബെഡ്റൂം. ഈ ബെഡ്റൂം താഴത്തുള്ള 2 ബെഡ്റൂമുകളെ അപേക്ഷിച്ച് അല്പം ചെറുതാണ്. എന്നാലും ഈ ഒരു ബെഡ്റൂമിൽ ഡബിൾ കോട്ട് ബെഡൊക്കെ ഇടാവുന്നതാണ്. ഈ ബെഡ്റൂമിനും ഒരു മീഡിയം സൈസിലുള്ള ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഈ ടോയ്ലറ്റിൽ സിംഗിൾ പീസായിട്ട് ഒരു ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത്. കൂടാതെ അത്യാവശ്യം പുതിയ മോഡലുള്ള ഒരു ടൈലിൻ്റെ വർക്കും ഇതിൽ ചെയ്തിട്ടുണ്ട്. 2ാമത്തെ നിലയുടെ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു കോമൺ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ പ്ലാൻ. ഈ പ്ലാനിൽ എഴുതിയിട്ടുള്ള അളവുകളൊക്കെ സെൻറ്റിമീറ്ററിലാണ്. ഈ വീടിൻ്റെ ആകെ ഏരിയ വരുന്നത് 1613 സ്ക്വയർ ഫീറ്റ് ആണ്. താഴത്തെ നിലയിൽ 1058 സ്ക്വയർ ഫീറ്റും മുകളിലത്തെ നിലയിൽ 555 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഈ വീട് വയ്ക്കാൻ 5 സെൻറ്റിൽ താഴെ സ്ഥലം മതി. ഈ വീട് വയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള അളവുകളൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അളവുകൾ പറയുന്നത് നിയമാനുസൃതമായിട്ട് അതിരുകളിൽ നിന്നുള്ള ഒരു ക്ലിയറൻസുകളും കൂടി കൂട്ടിയിട്ടാണ്. ഈ ഒരു വീട് വയ്ക്കാൻ വേണ്ടി വരുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള നീളം 16.90 മീറ്റർ, അതായത് ഒരു 56 അടി. വീതി നോക്കുകയാണെങ്കിൽ 11.40 മീറ്റർ, അതായത് ഒരു 38 അടി. ഈ ഒരു അളവുകളുള്ള സ്ഥലത്ത് ഈ ഒരു വീട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീടിൻ്റെ പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വീടിൻ്റെ ബഡ്ജറ്റിനെ പറ്റി ഒന്ന് നോക്കാം. ഈ വീടൊന്ന് വാർത്തിടാവുന്ന ഒരു സ്റ്റേജ് വരെ നമുക്കൊരു 15 ലക്ഷം രൂപയാണ് ചിലവായത്. ഇതൊരു തേച്ച് കഴിയാവുന്ന ഒരു സ്റ്റേജ് വരെ നമുക്കൊരു 18.5 ലക്ഷം രൂപയുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഈ വീടൊന്ന് ഫുൾ ഫിനിഷ് ചെയ്യാൻ നമുക്കൊരു 28 ലക്ഷം രൂപയുണ്ട്. ഈ ഒരു വീട് പണിതിരിക്കുന്നത് സിമൻറ്റ് കട്ടയിലാണ്. കട്ടള ജനലുകളും കാര്യങ്ങളൊക്കെ മരം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ സ്ട്രക്ചറലായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തറയുടെ ഹൈറ്റ് ഒരു 45 സെൻറ്റിമീറ്റർ. ഭൂരിഭാഗം ലിൻഡലുകളും സൺഷെയ്ഡുകളും ഒരു 210 സെൻറ്റിമീറ്ററാണ് വന്നത്. മെയിൻ സ്ലാബ് വരെയുള്ള ഒരു ഹൈറ്റ് ഒരു 300 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പണിത കാരണമാണ് ഈ ഒരു ബഡ്ജറ്റ് വന്നത്. ഇനി റേറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് കട്ടള ജനലുകളും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റിൻ്റെ ഉപയോഗിക്കാം. അതുപോലെ ജനലയുടെ ഡോറുകളൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ ബഡ്ജറ്റ് കുറയും. ഇനി വെട്ടുകല്ലിലോ അല്ലെങ്കിൽ ചൂളക്കട്ടയിലോ ഒക്കെ ഈ വീട് പണിയണമെങ്കിൽ റേറ്റ് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ വീടിൻ്റെ തറയുടെ ഹൈറ്റ് കൂടുക അല്ലെങ്കിൽ വീടിൻ്റെ മൊത്തം ഹൈറ്റ് കൂടുകയാണെങ്കിൽ ബഡ്ജറ്റ് ഒരു കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കായാലും ഈ ഒരു ബഡ്ജറ്റിൽ ഈ വീട് ഫിനിഷ് ചെയ്യാവുന്നേ ഉള്ളൂ.
ഈ വീടിൻ്റെ പ്ലാനെ പറ്റിയോ അല്ലെങ്കിൽ ഡിസൈനെ പറ്റിയോ ബഡ്ജറ്റിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വീഡിയോയുടെ പല ഭാഗങ്ങളിലും ഒരു ഫോട്ടോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.